മീനുവിൻ്റെ അച്ഛന് ക്യാൻസർ രോഗം സ്ഥിരീകരിച്ചിട്ട് കുറച്ച് നാളുകളായി. ചികിത്സ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം ഡോക്ടർ മീനുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി അച്ഛന് പാലിയേറ്റീവ് കെയർ നൽകുന്നതാണ് നല്ലത്. ഇത് കേട്ടതും മീനു ആകെ തളർന്നുപോയി. മീനുവിൻ്റെ കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ തോന്നിയത്. ഹായ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. മീനു വിചാരിച്ചത് പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞാൽ മരിക്കാൻ പോകുന്നവരെ കിടത്തുന്ന പ്രതീക്ഷയെല്ലാം അസ്തമിച്ച ഒരിടമാണെന്നാണ്. അച്ഛനെ ഡോക്ടർമാർ കൈവിട്ടോ, ഇനി മരണം മാത്രമേ ബാക്കിയുള്ളൂ. ഇതായിരുന്നു മീനുവിൻ്റെ കാര്യമായിട്ടുള്ള ചിന്തകളല്ല. സത്യത്തിൽ മീനുവിൻ്റെ ഈ ഭയം ശരിയാണോ? പാലിയേറ്റീവ് കെയർ അഥവാ സാന്ത്വന പരിചരണം എന്ന് പറയുന്നത് മരണത്തിൻ്റെ വാറൻ്റാണോ? ഈ വീഡിയോ അവസാനിക്കുമ്പോൾ മീനുവിനെ പോലെ നിങ്ങളും അത്ഭുതപ്പെടും. മലയാളികളുടെ ഡിജിറ്റൽ ഹെൽത്ത് പാർട്ണറായിട്ടുള്ള ഡോഫുഡിയിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് പാലിയേറ്റീവ് കെയർ എന്താണെന്ന് നോക്കാം. ലോകാരോഗ്യ സംഘടനയുടെ വാക്കുകൾ ലളിതമായി പറഞ്ഞാൽ ഗുരുതരമായിട്ടുള്ള രോഗങ്ങളുള്ളവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ആ രോഗം നൽകുന്ന വേദനകളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും ആശ്വാസം നൽകി അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്ന ഒരു ചികിത്സയാണ് പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞാൽ. ഇവിടെ നമ്മൾ രോഗത്തെയല്ല ചികിത്സിക്കുന്നത്, മറിച്ച് രോഗിക്ക് പരിചരണം കൊടുക്കുന്ന കുടുംബത്തിനുമാണ്. നിങ്ങൾ ഈ ചാനലിൽ തന്നെ മറ്റ് വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെയെല്ലാം ഞാൻ പറയുന്നത് രോഗകാരണം കണ്ടുപിടിക്കണം, രോഗം എന്താണെന്ന് കണ്ടുപിടിക്കണം, എന്നിട്ട് രോഗത്തിനെ ചികിത്സിച്ചാൽ നമ്മളുടെ സിംറ്റംസിൽ വ്യത്യാസങ്ങളുണ്ടാവും. ആ രോഗം കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. പക്ഷെ പാലിയേറ്റീവ് കെയറിൽ ഈ ഒരു കാഴ്ചപ്പാടല്ല നമ്മൾ സ്വീകരിക്കുന്നത്. അധികം ആൾക്കാരും തെറ്റിദ്ധരിക്കുന്ന പോലെ പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞാൽ മരിക്കാൻ പോകുന്നവർക്ക് മാത്രം ഉള്ള ഒരു ചികിത്സാ രീതിയല്ല. ഗുരുതരമായിട്ടുള്ള രോഗം അത് ഏതാണെന്നുണ്ടെങ്കിലും ആ രോഗനിർണയം നടക്കുന്ന സമയം തൊട്ടിട്ടേ നമുക്ക് പാലിയേറ്റീവ് കെയർ തുടങ്ങാവുന്നതാണ്. ഒരു ഭാഗത്തൂടെ ചികിത്സ നടക്കുമ്പോൾ മറുഭാഗത്തൂടെ പാലിയേറ്റീവ് കെയറും ഇത്തരത്തിലുള്ള രോഗങ്ങളിൽ അത്യാവശ്യം വേണ്ടതാണ്. നമുക്ക് മീനുവിൻ്റെ അച്ഛൻ്റെ കാര്യം തന്നെ നോക്കാം. ക്യാൻസറിൻ്റെ കീമോതെറാപ്പി കാരണം തന്നെ മീനുവിൻ്റെ അച്ഛന് കടുത്തമായിട്ടുള്ള ക്ഷീണം, വേദനയും ഛർദിയും ഇതെല്ലാം ഉണ്ടായിരുന്നു. പാലിയേറ്റീവ് കെയർ ഡോക്ടർ മീനുവിൻ്റെ അച്ഛനെ ആദ്യം കണ്ട സമയത്ത് ഈ സിംറ്റംസ് കുറയ്ക്കാനാണ് ശ്രമിച്ചത്. അതായത് വേദന കുറയ്ക്കാനുള്ള മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്തു, ക്ഷീണം കുറയ്ക്കാനുള്ള മെഡിസിൻസും ശ്വാസം മുട്ടലും ഇതിലെല്ലാം മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. അതുകൊണ്ട് തന്നെ പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞാൽ രോഗിക്ക് ഉണ്ടാകുന്ന രോഗലക്ഷണങ്ങളെ കുറയ്ക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്, ആ രോഗത്തിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാനല്ല. അതായത് പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞാൽ മെയിനായിട്ടും സിംറ്റം മാനേജ്മെൻറ്റിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള രോഗങ്ങളുള്ള അധികം ആൾക്കാർക്കും ഉണ്ടാകുന്ന ചില സിംറ്റംസ് ആണ് വേദന, ശ്വാസം മുട്ടൽ, ഉറക്കക്കുറവ്, വിശപ്പില്ലായ്മ, ക്ഷീണം. ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളെയൊക്കെ ചികിത്സിച്ച് രോഗിക്കും രോഗീനെ പരിചരിക്കുന്ന ആൾക്കാർക്കും പരമാവധി സുഖം നൽകുക എന്നുള്ളതാണ് പാലിയേറ്റീവ് കെയറിൻ്റെ മെയിൻ ഉദ്ദേശം. പാലിയേറ്റീവ് കെയർ തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ മീനു കണ്ടത് വേദന കൊണ്ട് പൊളയുന്ന അച്ഛനെയല്ല, വേദനയൊന്നും ഇല്ലാതെ സുഖമായി കിടന്നുറങ്ങുന്ന അച്ഛനെയാണ്. അടുത്ത പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യം, സാന്ത്വന പരിചരണം എന്ന് പറയുന്നത് ക്യാൻസർ പേഷ്യൻസിന് മാത്രമുള്ളതാണോ? ഒരിക്കലുമല്ല. കിഡ്നി ഫെയിലിയർ, ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്ക്, ഹൃദയത്തിൻ്റെ പ്രവർത്തനം കുറഞ്ഞിട്ടുള്ളവർക്ക്, സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം വന്ന് കിടപ്പിലായവർക്ക്, ആക്സിഡൻറ്റിന് ശേഷം പാരാലിസിസ് വന്നിട്ടുള്ളവർക്ക്, ഡിമെൻഷ്യ അഥവാ ഓർമ്മക്കുറവുള്ളവർക്ക്, പ്രായം കൂടിയതിന് ശേഷം ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങൾക്ക് മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വരുന്നവർക്കും പാലിയേറ്റീവ് പരിചരണം അത്യാവശ്യമാണ്. മാനസിക രോഗമുള്ളവർക്കും ഇത്തരത്തിൽ ദീർഘകാലം ചികിത്സ ആവശ്യമുള്ള ഏതൊരു രോഗിക്കും അവരുടെ വേദന കുറയ്ക്കാനും മറ്റു തരത്തിലുള്ള ലക്ഷണങ്ങളെല്ലാം മാറ്റി നിർത്താനും ശാരീരികമായി മാത്രമല്ല മാനസികമായിട്ടുള്ള പിന്തുണ നൽകാനും പാലിയേറ്റീവ് കെയർ അത്യാവശ്യമാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഒരു പാലിയേറ്റീവ് കെയർ ഡോക്ടറിൻ്റെ റോള് സാധാരണ ഒരു ഡോക്ടറിൻ്റെ റോളിൽ നിന്നും വ്യത്യസ്തമാണ്. ഞങ്ങൾ സ്കാൻ റിപ്പോർട്ട് മാത്രമല്ല നോക്കുന്നത്, രോഗീൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും നോക്കും. രോഗിക്ക് സമയം ചെലവഴിക്കാൻ, ഇവർക്ക് സംസാരിക്കാൻ ആരെങ്കിലും ഉണ്ടോ, ഇവരുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്, ഇവരുടെ പ്രധാന ഭയം മരണം മാത്രമാണോ അതോ മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളാണോ? ചിലപ്പോൾ കുടുംബാംഗങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതായിരിക്കും ഇവരുടെ പ്രധാന പ്രശ്നം. ചിലർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം പാലിയേറ്റീവ് കെയർ ഡോക്ടർ അടങ്ങിയിട്ടുള്ള ടീം ചോദിച്ചറിയാണ് ചെയ്യുന്നത്. മീനുവിൻ്റെ കുടുംബാംഗങ്ങൾക്കും ഉണ്ടായിട്ടുള്ള മാനസിക വിഷമം കുറയ്ക്കാൻ കൗൺസിലിങ്ങും നൽകിയിട്ടുണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ രോഗിയോടൊപ്പം കുടുംബത്തിനെയും ചേർത്ത് പിടിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞാൽ. നമുക്ക് മീനുവിൻ്റെ കഥയുടെ അവസാനത്തെ ഭാഗത്തേക്ക് വരാം. മീനുവിൻ്റെ അച്ഛന് രോഗം ഭേദമാക്കാൻ കഴിയാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു. ഒടുവിൽ അദ്ദേഹം യാത്രയായി. പക്ഷെ ആ മരണം വേദനയൊന്നും ഇല്ലാത്ത അന്തസ്സുള്ള ഒരു മരണമായിരുന്നു. മീനുവിൻ്റെ അച്ഛൻ ആഗ്രഹിച്ച പോലെ തന്നെ വീട്ടിൽ വെച്ച് പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യത്തിൽ. മരണത്തിന് ശേഷം മീനു ഒറ്റക്കായില്ല. ആ ദുഃഖത്തിൽ നിന്നും കരകയറാനും പാലിയേറ്റീവ് കെയർ ടീം
മീനുവിനെ സഹായിച്ചു. മരണം ഒരു പരാജയമല്ല എന്നും അച്ഛൻ്റെ അവസാന നിമിഷങ്ങളിൽ അച്ഛന് വന്നിട്ടുള്ള മാറ്റങ്ങളെല്ലാം കണ്ട് മീനു ഒരു കാര്യം മനസ്സിലാക്കി. മരണം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. മരണത്തിനെക്കുറിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാട് മാറ്റാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് മരണത്തിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നത്. അതിനുവേണ്ടി ഈ ചാനൽ തന്നെ ഞാൻ മുമ്പേ പബ്ലിഷ് ചെയ്തിട്ടുള്ള വീഡിയോൻ്റെ ലിങ്ക് നിങ്ങൾ കാർഡ്സിലും ലൈക്ക് ബട്ടൻ്റെ താഴെയും കാണാം. ആ വീഡിയോ തീർച്ചയായിട്ടും കണ്ടു നോക്കണം. ഇന്ന് മീനു പഴയതുപോലെ പേടിച്ചു നിന്ന ഒരു പെൺകുട്ടിയല്ല. മീനു ഇന്നൊരു പാലിയേറ്റീവ് കെയറിൻ്റെ വോളണ്ടിയറാണ്. തന്നെപ്പോലെ വിഷമിക്കുന്ന മറ്റു കുടുംബങ്ങൾക്ക് ആശ്വാസം പകരാൻ മീനു സമയം കണ്ടെത്തുന്നുണ്ട്. പാലിയേറ്റീവ് കെയറിൻ്റെ സ്ലോഗനും ഇത് തന്നെയാണ്. ജീവിതത്തിലേക്ക് ദിവസങ്ങൾ കൂട്ടിച്ചേർക്കുക മാത്രമല്ല, മറിച്ച് കിട്ടുന്ന ദിവസങ്ങളിൽ ജീവൻ നിറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അതായത് ആഡിങ് ലൈഫ് ടു ഡേയ്സ്, നോട്ട് ഡേയ്സ് ടു ലൈഫ്. നിങ്ങളുടെ കുടുംബത്തിലും ഇതുപോലെ ദീർഘകാല രോഗങ്ങൾ അനുഭവിക്കുന്നവരുണ്ടോ? എങ്ങനെയാണ് അവർക്ക് മികച്ച പരിചരണം നൽകേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ഡോക്ടറുമായി സംസാരിക്കണമെന്നുണ്ടോ? അതിനുവേണ്ടി ആശുപത്രിയിൽ പോയി ക്യൂ നിൽക്കണമെന്നില്ല. നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഡോഫോഡി വെബ്സൈറ്റും ആപ്പും ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്നോടും മറ്റ് ഡോക്ടർമാരുമായി സംസാരിക്കാം. പാലിയേറ്റീവ് കെയർ നിർദ്ദേശങ്ങളും നേടാവുന്നതാണ്. ഇതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക, അല്ലെങ്കിൽ dofody.com സന്ദർശിക്കുക. സാന്ത്വന പരിചരണം എന്ന് കേൾക്കുമ്പോൾ ഇനി നിങ്ങളുടെ നെറ്റി ചുളുങ്ങില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് പുതുതായി എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്യുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് നന്ദി. ഞാനിതുപോലത്തെ മറ്റൊരു വീഡിയോയിൽ നിങ്ങളെ വീണ്ടും കാണാം. ബൈ.